20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒട്ടോമൻ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ചരിത്രപ്രസിദ്ധമായ റെയിൽവേ ശൃംഖലയാണ് ഹിജാസ് റെയിൽവേ. അതിനെ പുനരുജ്ജീവിപ്പിച്ച് ഹോർമൂസ് കടലിടുക്കിനൊരു ബദൽ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ തുർക്കി. പണ്ട് കാലത്ത് സിറിയയിലെ ദമാസ്കസിനെ മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മദീനയുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഹിജാസ് റെയിൽവേയുടെ ഉദ്ദേശ്യ ലക്ഷ്യം. ഒട്ടോമൻ സുൽത്താനായിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ഉത്തരവനുസരിച്ച് 1900-ൽ ആരംഭിച്ച പ്രൊജക്ട് 1908 ആയപ്പോഴേക്കും മദീന വരെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം തീർത്ഥാടകർക്ക് ഹജ്ജ് യാത്ര സുഗമമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മുൻപ് മാസങ്ങളോളം ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ നടത്തിയിരുന്ന ദുഷ്കരമായ യാത്ര ഇതോടെ ദിവസങ്ങൾ മാത്രമായി ചുരുങ്ങി. തീർത്ഥാടനം മാത്രമായിരുന്നില്ല, ഒട്ടോമൻ സാമ്രാജ്യത്തിന് തങ്ങളുടെ വിദൂര പ്രവിശ്യകളിലേക്ക് സൈന്യത്തെ വേഗത്തിലെത്തിക്കാനും ഹിജാസ് റെയിൽവേ സഹായിച്ചിരുന്നു. പക്ഷേ 1-ാം ലോക യുദ്ധകാലത്ത് ഈ പാത വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് ഹിജാസ് റെയിൽവേ എന്ന സ്വപ്ന പദ്ധതി ആകെ തകരുന്നത്. നിലവിൽ ഈ പാതയുടെ ഭൂരിഭാഗവും തകർന്ന നിലയിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ആണ്. അതിനെ പുനരുജ്ജീവിപ്പിച്ചാൽ നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുമെന്നാണ് തുർക്കി കണക്കുകൂട്ടുന്നത്. ആദ്യഘട്ടത്തിൽ തുർക്കിയെ സിറിയയിലെ അലപ്പോയുമായി ബന്ധിപ്പിക്കുമെന്നും നിലവിലുള്ള അലപ്പോ ദമാസ്കസ് ജോർദാൻ ശൃംഖല ഇതിനായി പ്രയോജനപ്പെടുത്തും എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൗദി അധികൃതരുമായി ചർച്ചകളും പുരോഗമിക്കുകയാണ്. പാത ഒമാൻ വരെ നീട്ടി സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഹോർമൂസിന് ശക്തമായൊരു ബദൽ പാത സൃഷ്ടിക്കുകയാണ് അന്തിമ ലക്ഷ്യമെന്നും പറയുന്നുണ്ട് തുർക്കി.